സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ശബരിമല കർമ്മസമിതിയുടെ ബദൽ അയ്യപ്പ സംഗമം പന്തളത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ബ്രാഹ്മണ ഫോബിയ എന്നായിരുന്നു ഉദ്ഘാടകനായ കെ അണ്ണാമലയുടെ കടുത്ത വിമർശനം. ദൈവമില്ലെന്നു പറയുന്നവർ ഭഗവത്ഗീതയെപ്പറ്റി ക്ലാസ് എടുക്കുന്നുവെന്നും തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ പറഞ്ഞു. കേൾക്കാം. ഇതിൽ ஆச்சரியம் என்னன்னா, கடவுளே இல்லை என்று சொல்லக்கூடியவர், கடவுளை நம்பாத திரு விஜயன் அவர்கள் மேடைக்கு வந்து பகவத்கீதையை பத்தி நமக்கு பாடம் எடுக்கிறார். ஆச்சரியம் பாருங்க. ஒரு அப்பதான் நினைச்சேன், கேரளால கம்யூனிஸ்ட்காரங்கெல்லாம் இன்னைக்கு பகவத்கீதையை படிக்க ஆரம்பிச்சாங்கன்னா என்ன ஆகும்னு யோசிச்சு பாருங்க. രണ്ട് സംഗമവും ഗുണകരമാകുമെന്നായിരുന്നു തന്ത്രി കണ്ഠര് മോഹനരുടെ പ്രതികരണം. രണ്ടിൽ വന്നില്ല, എല്ലാം ഭഗവാന്റെ അയ്യപ്പന്റെ അല്ലേ, അയ്യപ്പന്റെ സങ്കല്പത്തിൽ മാത്രമാണ് നമ്മൾ വന്നത്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. എല്ലാവരും ഭക്തിയല്ലേ ആവശ്യം. ഭഗവാനെ സേവിക്കണമെങ്കിൽ ഭക്തി വേണം. രണ്ടും ഭഗവാനെ ഉദ്ദേശിച്ചാണ് നടത്തിയത്. അതിൽ ഞാൻ പങ്കെടുത്തു, വളരെ സന്തോഷമുണ്ട്. രണ്ടിനും അങ്ങ് അനുകൂലം തന്നെയാണ്. രണ്ടും അനുകൂലമാണ്. എന്നാൽ ബദൽ സംഗമത്തിൽ നിന്ന് NSS പ്രതിനിധികൾ വിട്ടുനിന്നു. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, എണ്ണം കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തേക്കാൾ തിരക്കായിരുന്നു പന്തളത്ത് കണ്ടത്. പമ്പയേക്കാൾ തിരക്ക് പന്തളത്തുണ്ടായിരുന്നു. എന്നാൽ ഉള്ളടക്കം കൊണ്ടും അതേപോലെ മറ്റ് സമുദായ സംഘടനാ പ്രതിനിധികൾ കൊണ്ടുമൊക്കെ എങ്ങനെയാണ് വേറിട്ട് നിന്നത് പന്തളത്തെ സംഗമം പമ്പയിലെ സംഗമത്തെ അപേക്ഷിച്ച്? അരുൺ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബദൽ സംഗമമായി ശബരിമല സംരക്ഷണം സംഗമം മാറി എന്നുള്ളതാണ്. ഒരുപാട് സാമ്യതകൾ രണ്ട് പരിപാടികളും തമ്മിലുണ്ട്. അതിലൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നു, മറ്റൊന്ന് സംഘപരിവാരങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. രണ്ടിന്റെയും ഉദ്ദേശം ശബരിമലയുടെ വികസനമാണ് എന്ന് പറയുമ്പോഴും ഇന്ന് സംഗമം നടത്തിയ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ശബരിമല കർമ്മസമിതി പറയുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന് മറുപടി പറയാനാണ് ഇതിൽ സംസാരിച്ച മിക്ക നേതാക്കളും സമയം കണ്ടെത്തിയത്. ഒരുപാട് സാമ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം രണ്ടിലും ഉണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS, SNDP തുടങ്ങിയ സംഘടനകളുടെ പ്രാതിനിധ്യം ഉണ്ടായപ്പോൾ ഇതിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൽ അതുണ്ടായില്ല എന്നുള്ളതാണ്. ശബരിമല സംരക്ഷണ സംഗമത്തിലാണെങ്കിൽ വിവിധ മഠാധിപതികൾ സ്വാമിമാർ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇന്നത്തെ ശബരിമല സംരക്ഷണ സംഗമം. അരുൺ.